എവരിവെയർ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാം, നിങ്ങളുടെ ഹസ്ബൻഡ് വിശ്വാസി വന്നിട്ടില്ലേ? നിങ്ങളുടെ വൈഫ് കർത്താവിനെ ഇതുവരെ അറിഞ്ഞിട്ടില്ലേ? എതിർക്കുവാണോ? നിങ്ങളുടെ അപ്പൻ, നിങ്ങളുടെ അമ്മ എതിർക്കുവാണോ? അവരെ ഒരു വാക്കുകൊണ്ട് പോലും മുറിക്കരുത്. ദിസ് ഇസ് മൈ ഹംബിൾ റിക്വസ്റ്റ്. അവരെ ഒരു വാക്കുകൊണ്ട് പോലും ശപിക്കരുത്. അവരെ ഒരു വാക്കുകൊണ്ട് പോലും ഇൻസൾട്ട് ചെയ്യരുത്. ഞാനങ്ങ് വലിയ ആത്മീയനാ, നീ നരകത്തിൽ പോവും പറയരുത്. നെവർ ഡു, പറയരുത്. പിന്നെ എന്ത് ചെയ്യണം? രണ്ട് കാര്യം ചെയ്യണം. നിങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന എല്ലാ കടമകളും കർത്തവ്യങ്ങളും സ്നേഹത്തോടെ ദൈവവചനാടിസ്ഥാനത്തിൽ അവർക്ക് വേണ്ടി ചെയ്യുക. രണ്ട്, മറുഭാഗത്ത് നിന്നിലുള്ള ക്രിസ്തുവിനെ അവർക്ക് നീ കാണിച്ചു കൊടുക്കുക. ഒന്ന് കരമടിച്ച് നിന്നിലുള്ള ക്രിസ്തുവിനെ. That is important. Amen. The day is coming. 100%. ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കർത്തൃദാസൻ എന്ന നിലയിൽ എൻ്റെ ഉള്ളത്തിൽ പറയാൻ എനിക്കൊരു പുഷ് കിട്ടുകയാണ്, ഒരു പ്രേരണ കിട്ടുകയാണ്. ഈ 2026 എന്ന പുതിയ വർഷം വരുന്നില്ലേ, അത് നിന്റെ വീട്ടിൽ ഒരു സ്പിരിച്വൽ സെലിബ്രേഷൻ ഉണ്ടാകും. സ്പിരിച്വൽ സെലിബ്രേഷൻ. പല സ്നാനങ്ങൾ നിന്റെ ഭവനത്തിൽ നടക്കുന്ന സ്പിരിച്വൽ സെലിബ്രേഷൻ. I decree and declare it in the name of Jesus. I receive it. Amen. Thank you precious Jesus. ശബ്ദം ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ. Hallelujah. തുയതേര സഭയോട്, തുയതേരിലെ സഭയോട്, because of time, തുയതേരിലെ സഭയോട് എന്താണ് കർത്താവ് പറഞ്ഞത്? Revelation chapter 2 verse 20, 21, 22. ഞാൻ അവർക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. ഇതൊരു നമ്മളെ സംബന്ധിച്ച് ഇതൊരു ഇമ്പോർട്ടന്റ് വേർഡാണ്. എല്ലാവർക്കും പറഞ്ഞ എല്ലാവർക്കും ദൈവം പറ, ദൈവം മാനസാന്തരപ്പെടാൻ ഒരു സമയം കൊടുക്കും. ഒരു സമയം കൊടുത്തിട്ടുണ്ട്. എവരിവൺ. ആമേൻ. ഇങ്ങനെ സിഗ്നൽ അടിക്കും. ഇപ്പൊ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? Yes. Amen. നിങ്ങൾ ആരും ചിന്തിക്കരുത്, അയ്യോ ആ വ്യക്തി ദൈവത്തെ അറിയാതെ മരിച്ചു, ആ വ്യക്തി കർത്താവിനെ അറിഞ്ഞില്ല. നോ, നിങ്ങളങ്ങനെ ചിന്തിക്കുകയരുത്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും ഒരു സെക്കൻഡിലെങ്കിലും ഒരു കടലാസ് കഷ്ണത്തിലൂടെങ്കിലും ഒരു മതിലയിൽ എഴുതി വെച്ച ഒരു വാക്യത്തിലൂടെങ്കിലും എപ്പോഴെങ്കിലും ഒരു സമയത്തെങ്കിലും അവനോട് ദൈവം ഒരു വാക്യത്തിലൂടെ ഒന്ന് ചിന്തിക്കാൻ, ഈ യേശു ആരാന്ന് ഒന്ന് ചിന്തിക്കാൻ ഒരവസരം അവന് കിട്ടിയിട്ടുണ്ട്. ഉറപ്പായിട്ട് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. അവരതിനെ അവഗണിച്ചു, അവരതിനെ തിരസ്കരിച്ചു, അവരതിന് നമ്മുടെ ഭാഷ പറഞ്ഞ വില കൽപ്പിച്ചില്ല, മൈൻഡ് ചെയ്തില്ല, അവർ റിജക്ട് ചെയ്തു. അപ്പോൾ വേറൊരു സംഭവം നിൽക്കുന്നു. അപ്പൊ ഇന്ന് വരെ സുവിശേഷം കേട്ടിട്ടില്ലാത്ത, ദൈവത്തെ അറിഞ്ഞിട്ടില്ലാത്ത, ഈ കാട്ടിലൊക്കെ താമസിക്കുന്നവരുണ്ട്, നരഭോജികളുണ്ട്. അതിനേക്കാൾ കഷ്ടമായിട്ട് നാട്ടിൽ ജീവിക്കുന്നവരുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവരെയൊക്കെ ദൈവം തമ്പുരാൻ എങ്ങനെ ജഡ്ജ് ചെയ്യും? ജഡ്ജ് ചെയ്യാൻ ഒരു കാര്യം വേണ്ടേ? അവിടെയാണ് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, അവരെ മനസാക്ഷി നിമിത്തം ന്യായം വിധിച്ചു. അവരുടെ മനസാക്ഷി നിമിത്തം ന്യായം വിധിച്ചു. മനുഷ്യർക്കെല്ലാം സ്വർഗത്തിലെ ദൈവം അങ്ങനൊരു കോടതി അവൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ആ കോടതിയുടെ പേര് മനസാക്ഷിയുടെ കോടതി എന്നാണ്. യു അണ്ടർസ്റ്റാൻഡ് മീ? ഇനി എത്ര കാട്ടുവാസിയാണെങ്കിലും, എത്ര നരഭോജിയാണെങ്കിലും, വസ്ത്രം ധരിക്കാതെ നടക്കുന്ന വനത്തിൽ ജീവിക്കുന്ന ആളാണെങ്കിലും, നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ ഒരു ടെലിവിഷൻ എടുത്തുകൊണ്ട് പോകാൻ വരികയാണ് പുള്ളി നാട്ടിൽ വന്നു, നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ ഒരു ടെലിവിഷൻ എടുത്തുകൊണ്ട് പോകാൻ വരികയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് പോകാൻ പോവാണ് ഈ പുള്ളി എത്ര വനവാസിയാണെങ്കിലും നേരെ വന്ന് ഈ ഫോൺ എടുത്തുകൊണ്ട് പോവോ? പറ. ആരെങ്കിലും ഉണ്ടോയെന്ന് നോക്കി, ചുറ്റും പറ്റുമൊക്കെ നോക്കി,
ആരെങ്കിലും എന്നെ കാണുന്നുണ്ടോ എന്ന് നോക്കി മാത്രമേ അവൻ മോഷ്ടിക്കുകയുള്ളൂ. കാര്യം എന്നറിയാം, അവൻ ബൈബിൾ വായിച്ചിട്ടില്ല. ആ കള്ളൻ എന്ത് വായിച്ചിട്ടില്ല? ബൈബിൾ വായിച്ചിട്ടില്ല. പക്ഷെ അവന്റെ മനസാക്ഷി അവനോട് പറയുന്നുണ്ട്, നീ ചെയ്യുന്നത് കള്ളത്തരമാണ്. Amen. അത് ദൈവം സെറ്റ് ചെയ്തിരിക്കുന്ന സാധന. Amen. ആരും എന്റെ കൂടെ ഇല്ലല്ലോ. Yes. Amen. ക്ലാസ് കട്ട് ചെയ്ത് അടുത്തിരിക്കുന്ന ആളെന്ന് മുട്ടി ഉറങ്ങല്ലെന്ന് പറഞ്ഞു. ഇന്ന് മുട്ടി ഒന്ന് ക്ലാസ് കട്ട് ചെയ്ത്, ശ്രദ്ധിക്കുന്നുണ്ടോ? ക്ലാസ് കട്ട് ചെയ്ത് ഒരാൾ സിനിമയ്ക്ക് പോവാണ്. നിങ്ങളുടെ കോളേജിൽ പോകേണ്ട ചെറുക്കൻ എങ്ങോട്ട് പോവാണ്? സിനിമയ്ക്ക് പോവാണ്. ആ മകൻ ബൈബിൾ വായിച്ചിട്ടേ ഇല്ല, അവന് ബൈബിളുമായിട്ട് ഒരു പിടുത്തവും ഇല്ല. പക്ഷേ എന്നാലും അവൻ സിനിമയ്ക്ക് പോകുമ്പോൾ തിയേറ്ററിൽ കയറുന്നതിന് മുമ്പ് ഒന്ന് നോക്കും. എന്താ അവൻ നോക്കുന്നേ? ആരെങ്കിലും? കാരണം അവന്റെ മനസാക്ഷി അവനോട് പറയുന്നുണ്ട്, ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോയത് ശരിയല്ല. ഏത് പാപം നീ ചെയ്യാൻ തുടങ്ങുമ്പോഴും, ഏത് തിന്മ നീ ചെയ്യുമ്പോഴും, എന്ത് കാര്യത്തിലേക്ക് പോകുമ്പോഴും നീ ബൈബിൾ വായിച്ചിട്ടുള്ള ആളായിരിക്കില്ല, ഒരു പക്ഷേ ചർച്ചിലൊന്നും പോയ ആളായിരിക്കില്ല. പക്ഷെ നിന്റെ മനസാക്ഷി നിന്നോട് പറയുന്നുണ്ട്, യു ആർ ഡൂയിങ് റോങ്, നീ ചെയ്യുന്നത് തെറ്റാണ്. ഒറ്റത്തവണ ഒരു സിഗ്നൽ അടിക്കുന്ന പോലെ അത് വരും. അതിനെ നമ്മൾ റിജക്റ്റ് ചെയ്യും. അപ്പൊ ദൈവത്തിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ ദൈവം മനുഷ്യന് വെച്ചിരിക്കുന്ന ഇൻബോണായി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണിത്. പരിശുദ്ധാത്മാവ് ഇല്ലാത്തവനും ഇതുണ്ട്, ബൈബിൾ വായിച്ചിട്ടില്ലാത്തവനും ഇതുണ്ട്, ചർച്ചിൽ പോയിട്ടില്ലാത്തവനും ഇതുണ്ട്. അവന്റെ മനസാക്ഷി നിമിത്തം ദൈവം അവനെ ന്യായം വിധിക്കും. You are not here. Amen. Hallelujah. Hallelujah. Jesus. ദൈവം അകത്ത് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യനിൽ സദാകാലം വാദിക്കുകയില്ല എന്ന് എഴുതിയിരിക്കുന്നത്. പരിശുദ്ധാത്മ രണ്ടുപേരെന്ന് വന്നേ, ജെറമിഞ്ഞോമനെ നീ വാ, സാമുവേൽ നീ വാ. ഓക്കെ. പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ? ദൈവത്തിന്റെ പ്രത്യേകത, ദൈവം ഒരു തെറ്റായ കാര്യത്തിലേക്ക്, ഒരു റോങ് തിങ്ങിലേക്ക് ഒരാൾ പോകുമ്പം ദൈവം തമ്പുരാൻ ഇങ്ങനെ വന്നിട്ട് പറയും, യു നെവർ ഡു ദാറ്റ്, ദാറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ യു. ഓക്കെ. അത് പറയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും, നമുക്ക് എന്തോ ഒരു പ്രത്യേകത പോലെ തോന്നും, ഒരു ഹാർട്ട് ബീറ്റൊക്കെ ഇച്ചിരി ഒന്ന് കൂടും, ഒരു വെല്ലായ്മ പോലൊക്കെ തോന്നും. ഹല്ലേലൂയ. Hallelujah. എന്നാൽ പിശാച് അതല്ല. ദൈവം ഒന്ന് പറയും, ദൈവം അത് അറിയിച്ചു കൊടുക്കും, മനസ്സിലാക്കി കൊടുക്കും. പക്ഷെ പിശാച് അങ്ങനല്ല. പിശാച് ഇപ്പുറത്ത് വരും, ദൈവം അപ്പുറത്ത് വന്ന് ഒരു തവണ പറഞ്ഞോളൂ. പിശാച് ഇപ്പുറത്ത് വന്നിട്ട് പറയും, നീ ചെയ്യടാ. ഓ, ഇതൊക്കെ ഇപ്പൊ ആരാ ചെയ്യാത്ത? ഈ വന്ന കാലത്ത് നീ 2K അല്ലേ, നീ ഈ വന്ന കാലത്തെ ചെറുക്കനല്ലേ, ഇതൊക്കെ ഇപ്പൊ ആർക്കാടാ ഇല്ലാത്ത? പാസ്റ്റർമാര് വരെ ചെയ്യുന്നുണ്ട്. അതിപ്പോ എന്താ? ഇവനെ അതിനകത്ത് പുഷ് ചെയ്ത് നാണം കെട്ട സാത്താൻ, കള്ള പിശാച് അവനെ പ്രേരിപ്പിച്ച് അതിനകത്ത് കൊണ്ടങ്ങ് തള്ളിയിടും. തള്ളിയിട്ടോ ഇവനിപ്പോ പാപം ചെയ്തു. എന്നിട്ട് ഇപ്പുറത്ത് വരും, എടാ സാമേ, നീ എങ്ങനെ പ്രാർത്ഥിക്കും? നീ ഇത് ചെയ്തില്ലേ? ഇനി ദൈവം നിന്നെ കൈവിട്ടു, കഴിഞ്ഞു, ഇനി നിനക്ക് പ്രാർത്ഥിക്കാനൊന്നും പറ്റത്തില്ല. നീ ഇനി പള്ളിയിൽ പോയി എങ്ങനെ ഇരിക്കും? നീ ഇനി ടിനു പാസ്റ്റർ എങ്ങനെ നോക്കും? നീ എങ്ങനെ ഇനി തിരുവത്താഴം എടുക്കും? അതുകൊണ്ടൊരു കാര്യം ചെയ്യും, നീ വീണു, നിന്റെ കാര്യം കഴിഞ്ഞു, ഇനി നീ എൻ്റെ കൂടെ പോര്. ലിസൺ, ദിസ് ദ ട്രിക്ക്. ഇതാണ് സാത്താന്റെ തന്ത്രം. അതിനകത്തുകൊണ്ട് തള്ളിയിടുക, കുറ്റബോധത്താൽ നിറയ്ക്കുക. ആ കുറ്റബോധത്തിൽ നിന്ന് അവൻ എഴുന്നേക്കാൻ കഴിയാതെ ബലഹീനനായി കിടക്കുമ്പോൾ പിന്നെ അവനെ അവന്റെ വകയാക്കി മാറ്റുക, പിന്നെയും അതിനകത്ത് കൊണ്ടിടുക. പക്ഷെ ആ സമയത്ത് പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുന്ന, യേശുവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പരിശുദ്ധാത്മാവ് അടുക്കൽ വന്നിട്ട് പാപത്തെക്കുറിച്ചും
നീതിയെക്കുറിച്ചും Amen. വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ചും Amen. ബോധം നൽകും, നീതിബോധം നൽകും. നീതിബോധം നൽകിയിട്ട് പറയും, നിന്നെ സ്നേഹിക്കുന്നൊരു യേശുവുണ്ട്, Amen. നിന്നെ കൈവിടാത്തൊരു കർത്താവുണ്ട്. Amen. നീ ഇപ്പോഴും മടങ്ങി വന്ന അപ്പാന്ന് വിളിച്ചാൽ, നീ ആ കാലയിലോട്ടൊന്ന് വീണാൽ, നിന്നെ ഇപ്പോഴും കൈക്കൊള്ളുന്ന സ്വീകരിക്കുന്ന ഒരു ദൈവം നിനക്ക്. ആ ബോധ്യം അവന്റെ ഉള്ളിൽ ലഭിക്കുമ്പോൾ, Amen. ആ ബോധ്യം കിട്ടുമ്പോൾ അവൻ കർത്താവിന്റെ കാൽക്കൽ വീണ് കരയും. അവൻ ദൈവത്തോട് പറയും, കർത്താവേ, ഞാൻ ആ പാപത്താൽ ചെയ്ത എല്ലാ സുഖങ്ങളെയും തള്ളി പറയുന്നു, ഞാൻ ആ പാപത്താൽ വന്നുപോയ എല്ലാ കുറവുകളെയും തള്ളി പറയുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ അതിനെ റിജക്ട് ചെയ്യുന്നു. ഞാൻ മനഃശാന്തരപ്പെടുന്നു, ഞാൻ മടങ്ങി വരുന്ന കർത്താവ്, ഇനി ഞാൻ അത് ആവർത്തിക്കില്ല കർത്താവ്, ഞാൻ നിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുന്നതിനെ സ്വീകരിക്കണേ അപ്പാ എന്ന് പറയുമ്പോൾ നിന്നെ വന്നിങ്ങനെ കോരി പിടിക്കുന്ന ഒരു കർത്താവാണ്. Amen. താങ്ക് യു മക്കളെ. ബട്ട് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റിപ്പന്റൻസ്. Jesus. അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്ത് പറ, സ്വയമായി ന്യായീകരിക്കാൻ നിൽക്കരുത്. സ്വയമായി ന്യായീകരിക്കാൻ നിൽക്കരുത്. സ്വയമായി ന്യായീകരിക്കാൻ നിൽക്കരുത്. കാരണം ബൈബിൾ പറയുന്നു, ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരില്ല, ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. Amen. ഒന്ന് കരമടിച്ച് കർത്താവ്, ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരില്ല, ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. Amen. ഓ ഹല്ലേലൂയ. Hallelujah. അതുകൊണ്ട് എല്ലാവർക്കും മാനസാന്തരപ്പെടാൻ ദൈവം ഒരു ടൈം തരും. എല്ലാവർക്കും Amen. ആ സമയത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കി മടങ്ങി വരുന്നവൻ അവന്റെ തല. എൻ്റെ മക്കളെ, എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ വാത്സല്യ, എൻ്റെ ആത്മീക മക്കളെ, എൻ്റെ സഹോദരി സഹോദരന്മാരെ, വാട്ട് എ ബ്ലെസ്ഡ് പീപ്പിൾ വി ആർ. നമുക്കിതൊക്കെ അറിയാനും മനസ്സിലാക്കാനും കർത്താവപ്പച്ചൻ്റെ സന്നിധി വരാനും നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാനും ഒക്കെ അനുഗ്രഹം ലഭിച്ചില്ലേ? അല്ലെങ്കിൽ നമ്മൾ നശിച്ചു പോയനെ, അല്ലെങ്കിൽ നമ്മൾ തകർന്നു പോയനെ. ഇന്ന് ഇവിടെ വന്നിരിക്കുമ്പോൾ നിങ്ങൾ നന്ദി പറയേണ്ടത് അതിനാ. കർത്താവേ, എന്നെയും എൻ്റെ കുടുംബത്തെയും ഒരു സേഫ് സോണിലോട്ട് കയറ്റിയ, എന്നെ എൻ്റെ തലമുറകളെ അനുഗ്രഹിച്ച, എന്നെ ഇത്രത്തോളം മാനിച്ച അവിടുത്തെ സുവിശേഷത്തിന് നന്ദി, അവിടുത്തെ വചനത്തിന് നന്ദി, അവിടുത്തെ പരിശുദ്ധാത്മാവിന് നന്ദി, അവിടുത്തെ സ്നേഹത്തിന് നന്ദി, അവിടുത്തെ കരുണയ്ക്ക് നന്ദി. ഹല്ലേലൂയ. Hallelujah. അപ്പോൾ തുയഥേരയിലെ സഭയോട് പറയുന്നു, അവൾക്ക് മാനസാന്തരപ്പെടാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ടില്ല. ഇനി വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ തിരുമേശയുടെ ശുശ്രൂഷ ചെയ്യാൻ പോവാണ്. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഡെലിവറൻസ് മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. എന്താണ് സർദീസിലെ സഭയോട് ദൈവം പറഞ്ഞത്? ഇപ്പൊ നമ്മള് എഫെസോസിലെ സഭയെ കുറിച്ച് പറഞ്ഞത്, നിന്റെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു, നീ ഏതിൽ വീണിരിക്കുന്നോർത്ത്, നീ ഏതിൽ വീണിരിക്കുന്നോർത്ത്. എവിടെ കൂടെ വീഴുന്നേ? എന്തിലേ കൂടെ വീഴുന്നേ? അതേത് വിഷയത്തിലാ? ആ പരീക്ഷ എഴുതി ജയിച്ചേ പറ്റുള്ളൂ. ജയിച്ചേ പറ്റുള്ളൂ. ജയിക്കണം. ആ പരീക്ഷ എഴുതി ജയിച്ചില്ലേ, പിന്നെ അധികം ക്വസ്റ്റ്യൻ പേപ്പർ വരും, പിന്നെ പഴയ ക്ലാസ്സിൽ തന്നെ ഇരിക്കേണ്ടി വരും. അതങ്ങ് എഴുതി ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതണ്ട. ബൈബിളൊരു വാക്യമുണ്ട്, ഈ ഒരുത്തൻ എന്തിനോട് തോൽക്കുന്നുവോ അവൻ അതിന് അടിമപ്പെട്ടിരിക്കുന്ന. ശരിയല്ലേ? 6 അടി 5 ഇഞ്ച് നീളമുണ്ട്. ഇൻഫീൽഡ് ബുള്ളറ്റിലൊക്കെ പടപടപടപട അടുപ്പിച്ച് വരുന്നേ കണ്ട ഭയങ്കര ആളാ. പക്ഷെ ഇത്രയുള്ള ഒരു ബീഡി പുള്ളിക്ക് നിർത്താൻ പറ്റുന്നില്ല. ഒരുത്തൻ എന്തിനോട് തോൽക്കുന്നുവോ അവൻ അതിന് അടിമപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണ് പത്രോസ് പറഞ്ഞത്. നിങ്ങൾ കുളിച്ചിട്ട് പിന്നെയും ചെളിയിൽ കിടന്ന് ഉരുളുന്ന പന്നിയെ പോലെ ആകരുതെന്നാണ്. ഒരു പന്നിക്കുട്ടിയെ പിടിച്ചുകൊണ്ട് പോയി നല്ല പിയേഴ്സിന്റെ സോപ്പൊക്കെ ഇട്ട് കുളിപ്പിച്ച് സെറ്റാക്കി വിട്ടു. പിന്നെ ഈ സാധനം അതിനകത്ത് പോയി കിടന്ന് മറിയല്ലേ. നിങ്ങൾ അങ്ങനെ ആകരുത്. ഹല്ലേലൂയ. ഞാനൊരു ഗൗരവമുള്ളൊരു വാക്ക് പറയട്ടെ.
നീ എഴുന്നേറ്റ് നിൽക്കുമ്പോഴേ ആത്മസാന്നിധ്യം ഇറങ്ങണമെങ്കിൽ, നീ നോക്കുമ്പോൾ ഭൂതങ്ങൾ അലറണമെങ്കിൽ, ആരിലും കാണാത്തൊരു വിശുദ്ധി Amen. നിന്നിലുണ്ടാകണം. Shatarabababash. ഓടിയേക്കണം. ഇതെല്ലാം റിപ്പന്റ് ആൻഡ് റിട്ടേൺ. ദൈവം എന്നോട് സംസാരിക്കുക, ദൈവം എന്നെയും പണിയുക. നിങ്ങൾ എല്ലാവർക്കും ഇന്ന് കർത്താവ് ഇതിനകത്ത് എൻറ്റയർ ദ ചർച്ചിനെ ദൈവം മോൾഡ് ചെയ്യുക. Amen. Amen. ജോസഫ് ഇറങ്ങി ഓടി. ആ റൂമിനകത്തുനിന്ന്, ആ സ്ത്രീയുടെ ബെഡ്റൂമിനകത്തുനിന്ന് ജോസഫ് ഇറങ്ങി ഓടി. ആ ഓടിയ ഓട്ടത്തിൽ അവളുടെ ഡ്രസ്സ് അവളിഞ്ഞ് പിടിച്ചു. ഡ്രസ്സ് പോന്നെ ഓടെന്ന് കരുതി ഓടി. ഹല്ലേലൂയ. Amen. പ്രൈസ് ദി ലോർഡ്. Amen. ഓടി. ചില സാഹചര്യത്തിനകത്ത് പോയി കേറല്ലേ. എൻ്റെ ഭാഷ, ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയോട് ചെന്ന് കയറിക്കൊടു എന്ന് പറയത്തില്ലേ. ചില സാഹചര്യത്തിനകത്ത് ചെന്ന് കയറി കൊടുക്കരുത്. ചില സാഹചര്യം മുമ്പിൽ വരുമ്പോൾ അവിടുന്ന് ഓടണം. Amen. ഇന്നത്തെ മെസ്സേജ് കറക്റ്റ് ആണോ? Yes. Amen. ഓടിയേക്കണം. വലിയ ബ്ലെസ്സിങ് ഉണ്ടാവും. Hallelujah. ഓക്കെ. ആകയാൽ വെളിപ്പാട് പുസ്തകം 3-ാം വാക്യം, വെളിപ്പാട് 3:3, സർദീസിലെ സഭ. ഓക്കെ. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. എല്ലാ ഞായറാഴ്ചയും നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് പ്രാപിച്ചു. എല്ലാവരും പ്രാപിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. Amen. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. ഓരോ ലിസൺ, ദൈവനെ പഠിപ്പിച്ചൊരു കാര്യമാണ്. ഓരോ ഹോളി സ്പിരിറ്റിന്റെ ടച്ചും പരിശുദ്ധാത്മാവിന്റെ ഓരോ സ്പർശനങ്ങളും, ചിലപ്പോൾ അതുണ്ടാകുമ്പോൾ നിലത്ത് വീണെന്ന് വരാം, തുള്ളിച്ചാടിയെന്ന് വരാം, ഉച്ചത്തിൽ പാടിയെന്ന് വരാം, അന്യഭാഷ പറഞ്ഞെന്ന് വരാം. പരിശുദ്ധാത്മാവ് എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഓരോ ഹോളി സ്പിരിറ്റിന്റെ ടച്ചും കേവലം നിലത്ത് വീഴുന്നതിനോ കേവലം പാടുന്നതിനോ കേവലം ശബ്ദമുണ്ടാക്കുന്നതിനോ മാത്രമല്ല, ഓരോ പരിശുദ്ധാത്മാവിന്റെ സ്പർശനവും ഓരോ മാനസാന്തരം നമ്മളിൽ ഉണ്ടാകും. Amen. Jesus. Hallelujah. That is the important thing. Amen. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരുമെന്ന് നീ അറിയുന്നില്ല. ഓ ജീസസ്, ഓ ജീസസ്. ഓക്കെ. ഈ ലിബദക്കിയിലെ സഭയോട് പറഞ്ഞൊരു കാര്യം പറഞ്ഞ് ഞാൻ വിഷയത്തിലേക്ക് വരുവാണ്. കോവിഡ് കാലത്ത് മുഴുവൻ നമ്മൾ കേട്ട വാക്കെന്താ? ജാഗ്രതയുള്ളവരായിരിക്കുക. കേട്ടിട്ടുണ്ടായിരുന്ന ആ വാക്ക്? കേട്ടിട്ടില്ല, മറന്നുപോയി അല്ലേ? ജാഗ്രതയുള്ളവർ. ഈ ജാഗ്രതയുള്ളവരായിരിക്കുക എന്ന് മുഖ്യമന്ത്രിയും ഗവൺമെന്റും മെഡിക്കൽ സയൻസും മനുഷ്യരും ഒക്കെ പറഞ്ഞ എന്താ? നീ ജാഗ്രതയുള്ളവനായിരുന്നില്ലേ കോവിഡ് നിന്നെ കൊണ്ടുപോകും. അതാ പറഞ്ഞേ. കോവിഡ് വരും, പ്രശ്നമാവും. ബൈബിളിലും അങ്ങനെ എഴുതിയിട്ടുണ്ട്. കോവിഡ് വരാതിരിക്കാനല്ല. ലവ്യതക്കിയുള്ള സഭയോട് പറയാണ്, വെളിപ്പാട് 3:19, എനിക്ക് പ്രിയമുള്ളവരെയൊക്കെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും. അത്രേ ഉള്ളൂ. കൈ കൊടുത്ത് പറഞ്ഞ അത്രേ ഉള്ളൂ. എല്ലാരെയും ഒന്നും ശാസിക്കാനും ശിക്ഷിക്കാനും പോവുകയല്ല. ഹലോ, എല്ലാവരെയും ഒന്നും. ഇനി ഞാനൊരു രഹസ്യം പറയട്ടെ. ചിലരൊക്കെ എന്തേലും പാപം ചെയ്ത, എന്തേലും വേണ്ടാത്ത പണി ഒപ്പിച്ച അന്നേരം നിനക്ക് അതിനുള്ള പണി കിട്ടും. ഇല്ല ഇന്ന് കിട്ടും, ഇല്ല നാളെ കിട്ടും, 3 ദിവസത്തിനുള്ളിൽ എന്തായാലും കിട്ടും. കിട്ടുന്നുണ്ടെങ്കിൽ ഓർത്തോണം, നിന്നെ ഇപ്പോഴും കർത്താവിന് ആവശ്യമുണ്ട്. ഞാൻ എന്തെല്ലാം പാവം ചെയ്തിട്ടും, ഞാൻ എന്തെല്ലാം തെറ്റ് ചെയ്തിട്ടും, സകല വൃത്തികേടും കാണിച്ചിട്ട് എനിക്കൊരു കുഴപ്പമില്ലല്ലോ.
നിന്നെ പിശാചിന് പോലും വേണ്ടാത്ത ഐറ്റാണ്. ആരും മിണ്ടുന്നില്ലല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പണ്ട് നമ്മുടെ ഒരു കർത്താവിന്റെ ദാസൻ പറഞ്ഞൊരു കാര്യമുണ്ട്, മനസാക്ഷി കുത്തുണ്ട്. മനസാക്ഷി അത് ഈ ത്രികോണം പോലെ ആയിരിക്കുന്ന ഈ ഹൃദയത്തിനകത്ത് ഇരിക്കുന്ന എന്ന പുള്ളി എൻ്റെ ഇതിൽ ആ ദൈവദാസന്റെ ഭാവനയാണ്. അതിന് ഒന്ന് രണ്ട് മൂന്ന് മുനമ്പുണ്ട്. 3 മുനമ്പുണ്ട്. ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ കറങ്ങും. ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, ദൈവത്തിന് ഒരു സഹോദരനെ കുറിച്ച്, ഒരു സഹോദരിയെ കുറിച്ച്, മക്കളെ, ഒരു പദ്ധതി ഉണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു റോങ് വേയിലേക്ക് നിങ്ങൾ കയറിയാൽ ദൈവം നിന്നെ തട്ടി ഇപ്പുറത്തിടും. ഉറപ്പാ. ഹല്ലേലൂയ. എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ്? ഈ ബൈബിള് ഞാൻ ഒത്തിരി പ്രാവശ്യം മെഡിറ്റേറ്റ് ചെയ്തൊരു വേർഡാണ്, ദൈവഹിതപ്രകാരമുള്ള ദുഃഖം മാനസാന്തരം ഉളവാക്കുന്നു. ആ വാക്യം എന്ന് പറഞ്ഞ ദൈവഹിതപ്രകാരം ഉള്ള ദുഃഖം മാനസാന്തരം ഉളവാക്കും. ചില കാര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതമില്ലാത്ത ചില കാര്യങ്ങളിൽ പോയി എൻ്റർ ചെയ്താൽ നമ്മൾ പിന്നെ ഭയങ്കര ഹെവിനെസ്സും ടെൻഷനും ഭയങ്കര പ്രയാസവും വിഷമവും ഭാരവും ഒക്കെ കയറി വരും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവും മനസാക്ഷിയൊക്കെ ഉള്ളവർക്ക് പിടികിട്ടിയോ? അത് കയറി വരും. അത് കയറി വരുന്നത് റിപ്പന്റഡ് ആകാനുള്ള ഒരു അലേർട്ടാണ്. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം, ദൈവഹിതപ്രകാരമുള്ള വേദന, ദൈവഹിതപ്രകാരമുള്ള പ്രയാസം, ആ ദൈവം നമ്മളെ തിരുത്തും മക്കളെ. എൻ്റെ അപ്പൻ എന്നെ, എൻ്റെ അമ്മ എന്നെ തിരുത്തിയിട്ടുണ്ടെന്നുള്ളവരെന്ന് കൈ ഉയർത്തി. ഓക്കെ, ഇനി ആ കൈ ഒന്ന് താഴ്ത്തിയിട്ട് അടുത്തൊരു ക്വസ്റ്റ്യൻ. എനിക്ക് ഏറ്റവും കൂടുതൽ വഴക്ക് കൊണ്ടിട്ടുള്ളത് നാട്ടിൽ നിന്നല്ല, ഏറ്റവും കൂടുതൽ വഴക്ക് കൊണ്ടിട്ടുള്ളത് വീട്ടിൽ നിന്നാന്നുള്ളവരെന്ന് കൈ ഉയർത്തി. അതെ, വീട്ടിലേ തിരുത്തുള്ളൂ. ഇതൊരു ആത്മീയ ഭവനമാണ്. സഭ ഒരു ആത്മീയ ഭവനമാണ്. ഇത് നിങ്ങളുടെ ഒരു ആത്മീയ വീടാണ്. നിങ്ങളെ തിരുത്തേണ്ടതും നിങ്ങളെ പണിയേണ്ടതും ഇവിടെയാണ്. എന്റെ വീട്ടിൽ എനിക്ക് തരുന്ന ഉപദേശങ്ങളും എന്റെ വീട്ടിൽ എനിക്ക് തരുന്ന വചനങ്ങളുമാണ്. ഒന്ന് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. എന്തെങ്കിലും ഒരു പ്രയാസത്തിലൂടെ നിങ്ങൾ കടന്നു പോയെങ്കിൽ നിങ്ങൾ ഇങ്ങനെ റിവൈൻഡ് അടിക്കണം. കർത്താവേ, ഞാനൊരു സംഭവം പറയാം. എൻ്റെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ചെറിയൊരു കാര്യം പറയാം. ഞാൻ ഒരു പ്രാവശ്യം എൻ്റെ ടൈത്ത്, ഞാൻ എൻ്റെ ദൈവദാസൻ എൻ്റെ ടൈത്ത് കൊടുക്കുന്നത് കൃത്യമായിട്ട് സോ ചെയ്യും. ദൈവം എനിക്ക് തരുന്ന, എനിക്ക് ഒരു 20,000 രൂപ ദൈവം തന്നാൽ ഞാനൊരു 3,000 രൂപ മാറ്റി വെക്കും. ഉറപ്പായിട്ട് മാറ്റി വെക്കും. അത് കൂടുതൽ വെച്ചാലേ ഉള്ളൂ. 2,000 വെക്കത്തില്ല. ഞാൻ പഴയ നിയമ പരീക്ഷനല്ല. ഓക്കെ, അപ്പോൾ മാറ്റി വെക്കും. മാറ്റി വെച്ചിട്ട് കൃത്യമായിട്ട് ഞാൻ എൻ്റെ പാസ്റ്ററിന് കൊടുക്കും. നിങ്ങൾ നിങ്ങളുടെ ചർച്ചിന് കൊടുക്കും അല്ലേ? ചർച്ചിനാണ് കൊടുക്കുന്നത്. എനിക്കൊന്ന് ഈ ന്യൂ ഇയറിന് സ്പെഷ്യൽ ടൈത്ത് ആൻഡ് സീഡ് സോ ചെയ്യുന്നുണ്ട്. ഞാൻ കേട്ടായിരുന്നു, ലൈവിൽ കേട്ടായിരുന്നു. ഒരു പ്രാവശ്യം ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ദൈവദാസം വന്നു. നിങ്ങൾക്കറിയാം, ആ പാസ്റ്റർ നിങ്ങൾക്കറിയാം, ഇവിടെയും വന്നായിരുന്നു പുള്ളി. അപ്പം എൻ്റെ കയ്യിൽ പുള്ളി ഒരു വലിയൊരു ദൈവദാസനായതുകൊണ്ട് മാന്യമായിട്ടൊരു തുക കൊടുക്കണമല്ലോ എന്ന് ചിന്തിച്ചിട്ട് എൻ്റെ അത്രയും പൈസ ഇല്ലായിരുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ എൻ്റെ പാസ്റ്ററിന് കൊടുക്കാൻ വെച്ചിരുന്ന ടൈത്ത് എൻ്റെ പാസ്റ്ററോട് ചോദിക്കാതെ, അല്ലെങ്കിൽ പാസ്റ്റർ ഞാനതൊന്ന് എടുത്ത് കൊടുത്തോട്ടെ എന്ന് പോലും ചോദിക്കാതെ, കൊടുത്തോട്ടെ എന്ന് ചോദിച്ചാൽ പുള്ളി എടുത്തു കൊടുത്തോളം പറയും. പുള്ളിക്ക് അതൊന്നും ശ്രദ്ധിക്കുന്ന പോലും ആളല്ല, മൈൻഡ് ചെയ്യുന്ന പോലും ആളല്ല, പറയുന്ന വലിയ താല്പര്യമുള്ള ആളല്ല. ഞാനത് ഈ ദൈവദാസന് കൊടുത്തു. ഇതുപോലൊരു ഡിസംബർ മാസത്തിൻ്റെ ആദ്യത്തെ, നവംബർ ലാസ്റ്റ് ഡിസംബർ മാസത്തിൻ്റെ ആദ്യത്തെ ആഴ്ചയിലാണ് ഞാനത് ചെയ്ത്. ഈ സംഭവം ജിജിപ്പാസിന് അറിയാം. എൻ്റെ പൊന്നു പോയി പക്ഷേ അത്യാവശ്യം കർത്താവ് എൻ്റെ കാര്യങ്ങളെല്ലാം
കറക്റ്റ് സമയത്ത് നടത്തി എല്ലാം തന്നു പോകുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഒരു പൈസ വരുന്നില്ലെന്ന് പറഞ്ഞാൽ എനിക്കാന്നേ എൻ്റെ ഈ കാശ് വരുമ്പോഴാണ് ഞാൻ ഓരോരുത്തർക്ക് എടുത്ത് കൊടുക്കുന്നത്. ദൈവദാസന്മാർക്കും പാവപ്പെട്ടവർക്കും കൂടെ നിൽക്കുന്നവർക്കും ഒപ്പം നിൽക്കുന്നവർക്കും എല്ലാം നമ്മുടെ ശുശ്രൂഷയാണ്. ഹല്ലേലൂയ. എൻ്റെ പൈസ വരുന്നേ ഇല്ല. ഞാൻ ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ മറ്റേ കാശ് വരുമ്പം ഇതുകൂടി ഇതിനകത്ത് കയറ്റി വെച്ച് ആഡ് ചെയ്ത് കൊടുക്കാന്നുള്ളതാ ഞാൻ കരുതിയേ. സത്യം പറഞ്ഞാൽ 2-3 ആഴ്ച എൻ്റെ ഫൈനാൻസ് മൊത്തം അങ്ങ് ലോക്കായി പോയതുപോലെ ആയിപ്പോയി. അപ്പം അപ്പോഴും ഞാൻ ഈ കാര്യം ഓർക്കുന്നില്ല. ഏതാ ഈ വിധ നടത്തിയ കാര്യം ഞാൻ ഓർക്കുന്നില്ല. ഞാൻ ഒരു കർത്താവിൻ്റെ ദാസനെ ഫോണിൽ പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചു. ഡിസംബർ ലാസ്റ്റ്. ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന ദൈവദാസൻ. പുള്ളി ഒരു പ്രൊഫറ്റ്, ഒരു പ്രവാചകനും കൂടെ. എൻ്റെ അടുത്ത് പുള്ളി, ഞാൻ ഇതൊന്നും പുള്ളിയോട് പറഞ്ഞില്ല കേട്ടോ, ഒരക്ഷരം പുള്ളിയോട് പറഞ്ഞില്ല. പുള്ളി ഇങ്ങനെ പ്രാർത്ഥിച്ച് വന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് പുള്ളി എന്നോട് ചോദിച്ചു, പാസ്റ്റർ ഈ കഴിഞ്ഞ ഒരു 3-4 ആഴ്ചയായിട്ട് ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു. അതിനകത്ത് എന്തോ ഒരു ലോക്ക് വീണെന്ന് ആത്മാവ് ഇടപെടുന്നു. ഞാൻ പറഞ്ഞു, യെസ് മാൻ ഓഫ് ഗോഡ്, യെസ് പ്രൊഫറ്റ്, ഇറ്റ് ഈസ് ട്രൂ, അത് കറക്റ്റാണ്. ഉടനെ പുള്ളി പിന്നെ 2-3 അന്യഭാഷയൊക്കെ പറഞ്ഞു. പിന്നെ ഇങ്ങോട്ട് പാസ്റ്റർ എവിടെയോ ഒരു തെറ്റായ വിധ നടത്തിയിട്ടുണ്ട്. തെറ്റായ വിധ. പിന്നെ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എവിടെയോ പാസ്റ്റർ റോങ് ആയ ഒരു വിധ നടത്തിയിട്ടുണ്ട്. ആ വിധയുടെ പുറകിലാണ് ഇത് ലോക്കായിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ദൈവദാസനെ ശരിയാണ്, ഞാൻ എൻ്റെ പാസ്റ്ററിന് മിനിസ്ട്രിക്ക് അവർക്ക് കൊടുക്കാൻ വെച്ചിരുന്ന ടൈത്ത് ഞാനെടുത്ത് മറിച്ചു, വേറെ രീതിയിൽ കൊടുത്തു. എൻ്റെ അടുത്ത് ദൈവദാസൻ പറഞ്ഞു, അതൊന്ന് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ചേ. ഞാൻ ആ ഫോണിലൂടെ അത് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ചു. കർത്താവ്, ഇനി ഞാനത് ആവർത്തിക്കില്ല. അപ്പം ഞാൻ ചെയ്യരുതാത്തൊരു കാര്യം ഞാൻ ചെയ്തപ്പോൾ എനിക്ക് ദുഃഖം ഉണ്ടായി. പിടികിട്ടിയോ? എനിക്ക് പ്രയാസം ഉണ്ടായി. ആ പ്രയാസം എന്നെ മാനസാന്തരത്തിലേക്ക് നയിച്ചോ? ഇനി അങ്ങനെ ചെയ്യൂ? ഇല്ല. അപ്പൊ ദൈവഹിതപ്രകാരമുള്ള ദുഃഖം നമുക്ക് മാനസാന്തരം ഉണ്ടാക്കും. അപ്പൊ ചില കൊട്ട് തരുന്നത്, ചില കാര്യങ്ങളിൽ ഒന്ന് ഇങ്ങനെ മാറ്റി നിർത്തുന്നത്, അല്ലെങ്കിൽ ചിലതൊക്കെ തടയപ്പെടുന്നത് ദൈവം കൈവിട്ടത് കൊണ്ടല്ല, ദൈവം കൈവിട്ടില്ല എന്നറിയിക്കുകയാണ്. ഒന്ന് കരം അടിച്ച് കർത്താൻ, ദൈവം കൈവിട്ടത് കൊണ്ടല്ല, ദൈവം കൈവിട്ടിട്ടില്ല. ദൈവം നിന്നെ കൈവിട്ടിട്ടില്ല. Still God is with you. His presence is with you. നീ മാനസാന്തരപ്പെടുവാൻ, അതിൽ മടങ്ങി വരുവാൻ, തിരുത്തപ്പെടുവാൻ, നിന്നെ വീണ്ടും മാറോട് ചേർക്കുവാൻ ദൈവം വെയിറ്റ് ചെയ്യുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ വാക്യം നോട്ട് ചെയ്ത് വെച്ചോണം. 2 കൊരിന്ത്യർ 7:10, 2 കൊരിന്ത്യർ 7:10. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം. എന്നെ ഒന്ന് നോക്കിയേ. റോങ് റിലേഷൻഷിപ്പ് റോങ് റിലേഷൻഷിപ്പിലേക്ക് ഒരാൾ പോയാൽ ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുമ്പോഴും അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ തുടരുമ്പോഴും ഒരു ദുഃഖം ഉണ്ടാവും.